വിവരമില്ലാത്തവർക്ക് വിവരം അഭിനയിക്കരുത് എന്നും നിയമമില്ല. ഇടയ്ക്കിടെ മേമ്പടിയായി വിവരക്കേടുകൾ വിളമ്പുക ഈ മഹാന്റെ പ്രത്യേകതയാണ്. മുഖ്യമന്ത്രി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥലത്തേക്ക് ഈ പരിവാരങ്ങളുമായി ദുരന്ത നിവാരണം ഏകോപിപ്പിക്കേണ്ട പരിവാരങ്ങളുമായി പോയി ഭക്ഷണം കഴിക്കലും സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണോ ഔചിത്യത്തിന്റെ പ്രശ്നം? വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. അറിവില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു മഹാനാണ് ഡോക്ടർ അരുൺകുമാർ എന്നു പേരുള്ള റിപ്പോർട്ടർ ചാനലിലെ ബുദ്ധിജീവി. പണമാണ് എല്ലാത്തിനും വലുത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട്, ആദർശം പറഞ്ഞുകൊണ്ട് പണത്തിന് വേണ്ടി കള്ളന്മാരുടെ കപ്പലിൽ കയറി മോഷണ വസ്തുവിൽ പങ്കുപറ്റുന്ന ഒരു മഹാനാണ് ഈ അരുൺകുമാർ എന്ന് മറക്കരുത്. കുത്തിത്തിരിപ്പാണ് അദ്ദേഹത്തിന് എക്കാലത്തെയും ഏറ്റവും ഇഷ്ടമുള്ള ശീലം. പിണറായി വിജയനേക്കാൾ ഉറപ്പായിരുന്നു മൂന്നാമത് വീണ്ടും ഇടതു ഭരണം വരുമെന്ന് അരുൺകുമാറിനെ. അതിന്റെ കാരണങ്ങൾ നിരത്തുകയായിരുന്നു നിരന്തരം അരുൺകുമാറിന്റെ പണി. പക്ഷെ ജനങ്ങൾ കൂവി ഓടിച്ചു. അരുൺകുമാർ പറഞ്ഞതെല്ലാം ആറ്റിലെറിഞ്ഞ് ജനങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ പിണറായിയെ തല്ലി ഓടിച്ചു. പക്ഷെ എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ നാണമില്ലാതെ മരമുറി കള്ളന്മാരുടെ ചാനലിൽ ഇരുന്നു കൊണ്ട് അരുൺകുമാർ നുണ തട്ടിവിട്ടുകൊണ്ടിരിക്കും. ഇടയ്ക്കിടെ മേമ്പടിയായി വിവരക്കേടുകൾ വിളമ്പുക ഈ മഹാന്റെ പ്രത്യേകതയാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. കേരളത്തിൽ പ്രളയമുണ്ടായിരുന്നപ്പോൾ പട്ടിണി കിടക്കാതെ വി.ഡി. സതീശൻ ഭക്ഷണം കഴിച്ചത് മഹാ അപരാധമായി പോയി എന്നാണ് കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി അരുൺകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മര്യാദ വേണ്ടേ? ഫ്ലാഷ് ബാക്ക്. മുഖ്യമന്ത്രി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥലത്തേക്ക് ഈ പരിവാരങ്ങളുമായി ദുരന്ത നിവാരണം ഏകോപിപ്പിക്കേണ്ട പരിവാരങ്ങളുമായി പോയി ഭക്ഷണം കഴിക്കലും സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണോ ഔചിത്യത്തിന്റെ പ്രശ്നം? റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഡച്ച് പദ്ധതിയെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നില്ല. പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ വി.ഡി. സതീശനെ കുഴപ്പത്തിലാക്കി മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് പോലെ ആ രൂപത്തിലേക്ക് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദ്യമല്ല, ഞാൻ ഇതിനകത്ത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. സ്വകാര്യ പരിപാടിക്കാണോ പോകേണ്ടിയിരുന്നത്, പകരം ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലേക്കാണോ പോകേണ്ടിയിരുന്നത്? അതിന് മാത്രം ഉത്തരം തന്നാൽ മതി. അല്ല, ഉത്തരം തന്നാൽ മതി എന്ന് വെച്ചാൽ ഞാൻ ഉത്തരം അധികാരപ്പെട്ട ആളാണോ? അതിനകത്ത് ഔചിത്യം സ്മൃതിക്ക് തോന്നുന്നു, അനൗചിത്യം തോന്നുന്നു. ഞാൻ അനൗചിത്യം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് പരിപാടികൾ അല്ല, ഞാൻ ഡോക്ടർ അരുൺകുമാറിന്റെ അനൗചിത്യം ചിന്തിക്കുന്നതാണ് അനൗചിത്യമെന്നും ഞാൻ കാര്യമില്ല. അരുൺകുമാർ വിടാൻ ആഗ്രഹിക്കുന്നതും അരുൺകുമാർ പിടിക്കാൻ ഉദ്ദേശിക്കുന്നതിനും മറുപടി അറിയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അതിന്റെ ആവശ്യം, എന്നോട് അങ്ങനെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാ അങ്ങ് ചോദ്യങ്ങൾ അങ്ങ് പ്രേക്ഷകർ ഉന്നയിക്കാവുന്ന ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കും. കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. പിണറായി വിജയൻ വയനാട്ടിൽ ദുരന്തമുണ്ടായ സമയത്ത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. അന്ന് പിണറായി വിജയൻ അവിടെ വന്നിട്ടില്ല എന്നുള്ള വിമർശനം വന്നത് അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ. അന്നും പിണറായി വിജയൻ അങ്ങോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും സ്വകാര്യ വീട്ടിൽ വിരുന്ന് സൽക്കാരത്തിന് പോയതല്ല. അങ്ങ് ആവേശം കൊള്ളാതെ പറയുന്നത്. അല്ല, ഞാൻ എന്റെ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഡോക്ടർ അരുൺ. അങ്ങ് അത്ര ആവേശമൊക്കെ കൊണ്ടുള്ളൂ പിണറായി വിജയന് വേണ്ടി. എനിക്കത് പ്രശ്നമല്ല. വളരെ വളരെ മോശമായ ഒരു പ്രയോഗമാണ് ഇപ്പൊ നടത്തിയത്. മണ്ണിനടിയിൽ കിടക്കുന്ന ഇപ്പോഴും കാണാതിരിക്കുന്ന 7 പേർക്ക് വേണ്ടിയാ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞു. 7400 അവരെ രക്ഷിച്ചെടുക്കാൻ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി ഒരു വിരുന്ന് സൽക്കാരത്തിൽ പോയി പങ്കെടുത്തതിനകത്ത് അനൗചിത്യമില്ല എന്നെങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകയെ താങ്കൾക്ക് പറയാൻ പറ്റുക? തോന്നിവാസം പറയരുത്. എങ്ങനെ തോന്നിവാസം പറയരുത്? ഞാൻ അങ്ങനെ വാചകം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വാചകം അങ്ങ് എടുത്ത് പറയൂ. ഞാനൊരു വാചകം പറഞ്ഞിട്ട് അങ്ങ് പറയൂ. ഇല്ല, അരുൺകുമാർ ഞാൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ പറയാത്ത വാചകം എന്റെ വായിൽ തിരികണ്ട. ഞാൻ പറയാത്ത വാചകം ഇല്ല. അരുൺകുമാർ പറയുന്ന വാചകം എടുത്ത് പറയാൻ അല്ല സ്മൃതിപരുത്തിക്കാട് ഇവിടെ ഇരിക്കുന്നത്. സ്മൃതിപരുത്തിക്കാരന്റെ അഭിപ്രായമുണ്ട്. അങ്ങ് അരുൺകുമാറിന്റെ അഭിപ്രായം സ്മൃതിയുടെ വായിൽ തിരികിട്ട് സ്മൃതിയുടെ വായിൽ നിന്ന് വരേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാൻ കഴിയുമോ? എനിക്ക് പറയാൻ നിങ്ങളുടെ ആരുടെയും വേണ്ട അരുൺകുമാർ. എനിക്ക് പറയാൻ എനിക്ക് നിങ്ങളുടെ ചീട്ട് വേണ്ട അരുൺകുമാർ. എനിക്ക് നിങ്ങളുടെ ചീട്ട് വേണ്ട. എനിക്ക് നിങ്ങളുടെ ചീട്ട് വേണ്ട.
മുഖ്യമന്ത്രിയുടെ മറുപടി ആയോ എന്ന ചോദ്യത്തിനർത്ഥം ജനത്തിനോടുള്ള മറുപടി ആയോ എന്ന് തന്നെയാണല്ലോ ആ ചോദ്യത്തിനർത്ഥം. ആ ചോദ്യം ഞാനാണല്ലോ എഴുതി തന്നത് അല്ലെ? ആ ചോദ്യത്തിനർത്ഥം മുഖ്യമന്ത്രി നൽകിയ മറുപടി ആയോ എന്നുള്ള എന്റെ ഉത്തരം എല്ലാ മറുപടി പറയുന്നുണ്ട് എല്ലാ മറുപടി അല്ല എന്ന് പറഞ്ഞു. അങ്ങേക്ക് എന്താ മലയാളം പറയാൻ മനസ്സിലാവില്ല? അല്ല, അങ്ങ് ആ തന്ത്രം കയ്യിൽ വെച്ചാൽ മതി. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഇവിടെ ചോദ്യോത്തര വേളയല്ല ഈ പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചോദ്യോത്തര വേളയൊന്നും വേണ്ട. എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് യെസ് ഓർ നോയിൽ മറുപടി എല്ലാ മറുപടിയും കൃത്യമായിട്ടില്ല. മറുപടി ചില കാര്യങ്ങൾ മറുപടി പറഞ്ഞു. അതെന്റെ സൗകര്യം. എന്നോട് ഇത് വേണ്ടായിരുന്നു. അതെങ്ങനെയത് മറുപടി ആയോ? മറുപടി പറയല്ലേ? വാർത്താ സമ്മേളനത്തിൽ മറുപടി അല്ലാതെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച മുഖ്യമന്ത്രിയൊന്നും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിനേക്കാൾ അരുൺകുമാറിനെ ക്ഷോഭിപ്പിച്ചത് വി ഡി സതീശൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയതിനാണ്. ഈ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയ വി ഡി സതീശൻ എന്തുകൊണ്ട് മരിച്ച ആളുകളുടെ വീട്ടിലേക്ക് പോയില്ല എന്ന് ചോദിച്ച് അരുൺകുമാർ പൊട്ടി കരയുകയാണ്. ആഗോളതലത്തിൽ കേരളത്തിന്റെ പേര് ഉയർത്തിയ ഒരു പ്ലാറ്റ്ഫോമിനെ കേവലം ഒരു കാപ്പിക്കട എന്ന് വിശേഷിപ്പിച്ച് അധിക്ഷേപിക്കുന്നത് നമ്മുടെ നാടിന്റെ സ്റ്റാർട്ടപ്പ് സംസ്കാരത്തെയും അതിനായി പ്രയത്നിക്കുന്ന ചെറുപ്പക്കാരുടെ ആത്മവിശ്വാസത്തെയുമാണ് തകർക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ഇനി കാപ്പിക്കടയുടെ പേര് പറഞ്ഞ് വില കുറഞ്ഞ വിമർശനങ്ങൾ നടത്തുന്നവർ ഓർക്കുക, ബൈ മി എ കോഫി ഒരു കാപ്പിക്കടയല്ല. മലയാളി ചെറുപ്പക്കാർ ലോകത്തിനു മുന്നിൽ തീർത്ത വൻ സാങ്കേതിക വിപ്ലവമാണ്. സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമായ ഇത്തരം സംരംഭങ്ങളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ആരാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഇത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതേ ജെയിൻ യൂണിവേഴ്സിറ്റി 2 വർഷം മുമ്പ് അവരുടെ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഭാഗമായി പത്രങ്ങളുടെ 1-ാം പേജിൽ ഒരു പരസ്യം ചെയ്തപ്പോൾ 2050 പത്രങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു പരസ്യം കൊടുത്തപ്പോൾ അതിലെ നോട്ടു നിരോധനത്തിന്റെ വാർത്ത വായിച്ച് സത്യമാണെന്ന് വിശ്വസിച്ച് അത് വിളിച്ചു പറഞ്ഞ ഇതേ അരുൺകുമാറിനെയാണ്. വിവരമില്ലാത്തവർ മാധ്യമപ്രവർത്തകരാവരുതേ എന്ന് നിയമമൊന്നുമില്ല. വിവരമില്ലാത്തവർക്ക് വിവരം അഭിനയിക്കരുതേ എന്നും നിയമമില്ല. അതുകൊണ്ട് അരുൺകുമാർ ഈ വിവരക്കേട് വിളമ്പട്ടെ. ദുരന്തമുണ്ടാകുമ്പോൾ ദുരന്തത്തിനിരയായ മനുഷ്യരുടെ വീടുകളിൽ പോവുകയല്ല മുഖ്യമന്ത്രിയുടെ ജോലി. അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമുണ്ട്. ദുരന്തത്തെ തടയുക, ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ളത് ചെയ്യുക എന്നതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അത് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. വളരെ കറക്റ്റ്. അതിനിടയിൽ നാടിന്റെ വികസനത്തിന് അനുകൂലമായ ഒരു പദ്ധതിയും വേണ്ടെന്ന് വയ്ക്കേണ്ടതില്ല. ഈ കാപ്പിക്കട നാടിന് വലിയ അഭിമാനമാണെങ്കിൽ അതിന്റെ ഉദ്ഘാടനത്തിന് പോവുക തന്നെ വേണം. സമാധാനമായല്ലോ. കഥം